ഞാൻ വൈൻ കൊണ്ടില്ലേ കാത്തിരിക്കണം അവന്മാര്. കോളേജൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പം ഹോസ്റ്റലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിന്റെ ഹോസ്റ്റൽ എവിടെ? ഹോസ്റ്റലിൽ അപ്പുറത്ത്. എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആടും? ആടാനായിട്ടിത് മാറ്റല്ല. ഞാൻ ഉണ്ടാക്കിയ 1 വർഷം പഴക്കമുള്ള വൈനാണ്. അല്ലമ്മ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 എണ്ണമെങ്കിലും ആടണം. 10 പേരെയുള്ള നൈസ് നിർത്തിയിട്ട് വന്നിരിക്കുക ആടണം. കണക്കിന് പോയാൽ നീ ഇവിടെ നിന്നാണ്. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 1 വർഷം പഴക്കമുള്ള എൻ്റെ വൈനാണ്. 1 വർഷം ഇത് പഴയെന്ന് ഇറങ്ങി ഈ വൈൻ ഉണ്ടാക്കിയാലേ ഈ 1 വർഷം പഴക്കമാകുമ്പോഴേ വൈനാവത്തുള്ളൂ. അതുപോലും അറിഞ്ഞോളൂ. ക്രിസ്മസ് ഒക്കെ അല്ലേ നാടണ്ടേ? അപ്പൊ ശരി, ഹാപ്പി ക്രിസ്മസ്. കരോളം കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഉറപ്പായിട്ട് ഇവന്മാർ എൻ്റെ നിന്ന് പൈസ കുണുങ്ങാനുള്ള പരിപാടിയാണ്. ഞാൻ പൈസ ഇല്ലാത്ത സമയത്ത് മുങ്ങുന്നതാണ് നല്ലത്. കരോളിനുള്ള പൈസ ഹലോ, നിങ്ങൾ എവിടെ പോവേണ്? അവനെ വിളിക്കണോ? ഞാൻ ബാക്കിലാണ്. നിങ്ങൾ നിങ്ങളെന്ത് ഇവിടെ ഇവിടെ വന്നാലേ കാണാൻ പറ്റൂ. അല്ലണ്ണാ, നിങ്ങളെന്ത് പുറകെ കൂടെ വന്നു? ഇത് തേങ്ങ വീഴുന്ന സൗണ്ട് കേട്ടോ, അത് എടുക്കാനായിട്ട് ഒന്ന് ഇവിടെ വാങ്ങണ്ടാണ്. ഇവിടെ തന്നെ തെങ്ങൊന്നും ഇല്ലല്ലോ തേങ്ങ എടുക്കാൻ. ഇവിടെ അല്ല, അപ്പുറത്തെ പറമ്പിൽ. അത് വിട് അളിയ. ഈ വർഷം അളിയൻ പൈസ ഒന്നും തരണ്ട. പക്ഷെ ഈ പ്രാവശ്യത്തെ കരോൾ നമുക്ക് ഗംഭീരമാക്കണം. കുറച്ചൊക്കെ നമ്മളാണ് കുറച്ചൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് സൂപ്പറാക്കണം. അത് സെറ്റപ്പ് ആക്കാം. ഇതെന്ത് ക്രിസ്മസ് പൂവ് മുണ്ട് കൊടുത്തോണ്ട്? അവൻ കഴിഞ്ഞ ഓണത്തിനോടുത്ത മുണ്ടാണ് മാവേലിയായിട്ട്. ഇന്നും അവ അത് തന്നെ എടുത്തോണ്ട് വന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ വാൻ്റെ ആ കിളകെടുത്ത് കത്തിച്ച്. ഇപ്പൊ എന്റെ ജെട്ടി വരെ അവരെടുത്ത് കത്തിച്ച്. സംശയം ഉണ്ടോ? എനിക്കൊന്നും കാണണ്ട. ഓ നമുക്ക് ഉള്ള സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് പോവാ. ഇതൊക്കെ മതി. ഈ വർഷം പൊളിക്കണം. കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്ക് ആൾക്ക് ഓരോ കറക്കോഴിയെന്ന് പറഞ്ഞ് പോയാണ്. പിന്നെ ഒരു ബീഫ് ഫ്രൈ 2 പേര് വെച്ചെടുത്ത് ആകെ അലമ്പായാണ്. ഇത്തവണ ആൾക്ക് ഒരു കറക്കോഴിയെങ്കിലും നമുക്ക് വാങ്ങണം. ഇപ്രാവശ്യം സെറ്റ് ആക്കണം. സെറ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടല്ലേ? ഡബിൾ ഇത്തവണ ഒരു 10 രൂപയെങ്കിലും വാങ്ങാം. എല്ലാ വർഷത്തെ കണക്ക് 2 രൂപയുണ്ട്. മതി പാടും കൂട്ടി ഒക്കെ മതിയാക്കി. 2 രൂപ ഉണ്ടല്ലേ? 2 രൂപ ഉണ്ട്. വളരെ 2 ഗുണമേം കൊണ്ടാണ് ക്രിസ്മസ് ഉണ്ടാക്കുന്നത്. ഇതൊന്നും മുള്ള 2 ഗുണമേം എടുത്ത് ഇവനെ മാവേലി ആയപ്പോഴും ഒന്ന് പട്ടി കടിച്ചായിരുന്നു. പൈസ കിട്ടിയില്ലെങ്കിലും പട്ടിയുടെ കടി മേടിക്കല്ലേ. പട്ടിയുടെ കടി കൊണ്ടാ പൊക്കിളിന് ഇഞ്ചക്ഷൻ അടിക്കും.
നിങ്ങൾക്ക് എന്നെ ഇത്തവണത്തെ വോട്ട്. ഓ ശരി, വലിയ വലിയ ഉപകാരം. അല്ലേ ഞാനും ചോദിക്കുന്നു അയ്യോ അമ്മച്ചി, നമ്മള് ഇലക്ഷന് വന്നേയല്ല, കരോളിന് വന്നാണ്ട. താണ്ട് തൊപ്പിയൊക്കെ തൊപ്പി താണ്ട ഉണ്ടായിക്കൊണ്ട് തൊപ്പി. നിങ്ങൾ അപ്പൂപ്പ എന്തിയേ? ഇപ്പൊ നാണ്ട. അപ്പൂപ്പ എവിടെ? അല്ല, അപ്പൂപ്പ ഓണത്തിന് മാവിലോട്ട് നമ്മൾ ആ പട്ടിയെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ പൈസ പൈസ ഒന്നുമില്ല. പൈസ വല്ലതും ഉണ്ട്, കേക്കാ വൈന ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഒന്നുമില്ലേ? ഒന്നുമില്ല. ആടാ പാട്ട് കേൾക്കാം. Happy Christmas. Merry Christmas! Happy Christmas! Happy Christmas! നോക്കിയിട്ട് ഓഹോ, ഫിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. മുങ്ങിക്കോ, പണി പാളിയെന്നാണ് ഒന്ന്. മുങ്ങിയാ എട്ടിന്റെ പണിയായി പോയല്ലാണ്. എട്ടിന്റെ പണി. ആ കളവ് അവിടെ കിടന്ന് ചത്തെങ്കിൽ ഞാൻ സമാധാനം പറയേണ്ടി വന്നേനെ. ഇതാരും വിളിക്കുന്നത് പൈസ പറ്റിയെങ്കിലും എടുത്തോണ്ട് ഓടിക്കോ. അളി എടുക്കുവായിരുന്നു അറിയാ. അയ്യോ കേക്കെങ്കിലും മേടിക്കും, പൈസ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങേരോട് ഇരിപ്പുണ്ട്. ഞാൻ പറയാം. എന്തു പറഞ്ഞാ വീട്ടിൽ എക്സസൈസ് ഒന്നും നിൽക്കുന്നു. എന്റെ വീട്ടിൽ എന്തിനാ എക്സസൈസ് വന്നിരിക്കുന്നത്? നിങ്ങൾ ആർക്കാ കോട ഉണ്ടാക്കി കൊടുത്തു? അളിയാ കോടെ നീ പറഞ്ഞില്ലല്ലേ എന്നിട്ട് എന്റെ അടുത്ത് കോട ഇട്ടിട്ട് ഊരണേ നമുക്ക് തന്നില്ലല്ലിയാ. എന്റെ അമ്മച്ചാണെങ്കിൽ കൂടെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ ഇന്ന് ആർക്കെങ്കിലും വൈന എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ? നമ്മളെ ആകാശം ഉണ്ടല്ലേ, അവന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു വൈൻ. എന്തായാലും ഇപ്പൊ കോട കൊണ്ടുപോയെന്ന് പറഞ്ഞ അവരെ വാറ്റാകണ്ട ഞാൻ അവന്മാര് വാറ്റ വെച്ചയച്ചു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വാങ്ങി കൊടുത്താ നിങ്ങൾ കൊടുത്തതാണ്. എന്തായാലും നിങ്ങളെ ക്രിസ്മസ് പ്രീതി ആയല്ലേ. എന്റെ ഈശ്വര, അപ്പൊ എന്റെ ക്രിസ്മസ് പ്രീതി.